ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മുട്ട മസാലയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടും കുറച്ച് വ്യത്യസ്തമായും തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു റെസിപ്പി വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായി കാണുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഒരു 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയാണ്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 4 മുട്ട പുഴുങ്ങിയത് ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മുട്ടയുടെ പുറം ഭാഗമൊക്കെ ചെറിയൊന്നായിട്ട് കട്ടിയായി വരുന്ന നല്ലതുപോലെ ഒന്ന് വഴന്നു വരുന്ന സമയം വരെ നമുക്കൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ആ പാൻ ഞാനൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി ഇതിലേക്കൊരു 3 സവാള വളരെ ഫൈനായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ സവാള ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടാനും അതുപോലെ തന്നെ നല്ല ഒരു ഗ്രേവിയും ആയിരിക്കും. ചോപ്പറിലിട്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് കൈ വെച്ചിട്ട് നല്ല ഫൈനായിട്ട് അരിഞ്ഞെടുത്താലും മതിയാകും. ഇനി ഞാൻ അത്യാവശ്യം വലിയൊരു തക്കാളിയായിരുന്നു, അതുകൊണ്ട് തന്നെ പകുതി പോർഷനേ എടുത്തിട്ടുള്ളൂ. ഇത് ചോപ്പറിലിട്ടിട്ടോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ടോ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്. സവോളയിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറ് അത്യാവശ്യം ഒന്ന് ട്രാൻസ്പെറൻ്റായി ഒന്ന് വെന്ത് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് തീ ഒന്ന് സിമ്മിലിടുക. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ഗരം മസാല പൊടിയാണ്. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തുന്ന രീതിയിൽ വേണം നമ്മൾ ഈ പൊടികൾ ചേർത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പൊടികളുടെ ആ ഒരു പച്ചമണം നല്ലതുപോലെ മാറുന്നത് വരെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തിട്ടും എടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്. സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിൻ്റെ ആ ഒരു മണം മാറിയൊക്കെ വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാൻ പറ്റും. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി നല്ലതുപോലെ ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. മുളക് പൊടി പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടുന്ന ഒരു ഇതാണ്, അതുകൊണ്ടാണ് കുറച്ച് നേരം റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി നമ്മളിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ഗരം മസാല പൊടിക്കുമ്പോൾ അതിലൊരല്പം വലിയ ജീരകം ചേർക്കാറുണ്ട്. അല്ലാതെ അത് ചേർത്തിട്ടുണ്ടാലും ശരി, ഒരു 1/2 ടീസ്പൂൺ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് പ്രത്യേകം ഒരു ഫ്ലേവർ തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ഇനി നമ്മളിതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിരുന്ന ആ ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മിക്സിയിലിട്ട് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തൊഴിക്കുക. അതുകൂടെ ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് സമയം നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുത്താൽ മാത്രമേ നമ്മുടെ കറിക്കും അതുപോലെ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റി നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിൻ്റെ നേർപകുതി വേണം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നതെങ്കിൽ അതിൽ 1/2 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചിട്ട് സവോളയുമായി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് അത്യാവശ്യം ഒന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് വേണം ബാക്കി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള വെള്ളം നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുട്ട ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കിട്ടുന്നത്. ഇനി നിങ്ങൾക്കിത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ഒരു 1/4 ടീസ്പൂണിനും താഴെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഈ ഒരു പുളിയും ഉപ്പും എല്ലാം കൂടെ നല്ല ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് ഒരു 2 പച്ചമുളക് ഒന്ന് നെടുവേ കീറി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ല ഒരു മണവും നല്ലൊരു ടേസ്റ്റുമായിരിക്കും കിട്ടുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായും ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി ഈ മുട്ടയും മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്.
നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ ഉച്ചയ്ക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.